Hello everyone, this is Pushpa Kumari from Beginners Channel. Welcome to Beginners Channel Spoken English and Grammar Class. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് ഡൗട്ട് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്, എവിടെയാണ് ഓൺ ടൈം ചേർക്കേണ്ടത്, ഇൻ ടൈം ചേർക്കേണ്ടത്, അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം ചേർക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏതാ? ഓൺ ടൈം, ഇൻ ടൈം ആൻഡ് ജസ്റ്റ് ഇൻ ടൈം. ഈ സെഷൻ നിങ്ങൾ മുഴുവനും അതായത് പൂർത്തിയായിട്ട് നിങ്ങൾ കാണണം, എൻഡ് വരെ കാണണം. എൻഡ് വരെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എവിടെയാണ് ഓൺ ടൈം യൂസ് ചെയ്യേണ്ടത്, എവിടെയാണ് ഇൻ ടൈം യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ജസ്റ്റ് ഇൻ ടൈം എവിടെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ നിങ്ങൾക്ക് കിട്ടിയിരിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻഡ് വരെ ഈ സെഷൻ കണ്ടിരിക്കണം. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഓൺ ടൈം ആദ്യം പഠിക്കാം. എന്താണ് ഓൺ ടൈം എന്ന് നോക്കാം. ഓൺ ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ആദ്യം എക്സ്പ്ലനേഷനിലൂടെ നോക്കാം. വി യൂസ് ഓൺ ടൈം ടു സേ ദാറ്റ് സംതിങ് ഹാപ്പൻഡ് എക്സാക്ട്ലി അറ്റ് ദ പ്ലാൻ ടൈം. അതായത് ഒരു കാര്യം പ്ലാൻ ടൈമിൽ തന്നെ നമ്മൾ എപ്പോഴാണോ അത് ഫിക്സ് ചെയ്തിരിക്കുന്നത്, എത്ര മണിക്ക് അത് തുടങ്ങണം, ഒരു പ്രവൃത്തി തുടങ്ങണം, അത് എപ്പോൾ നടക്കണം എന്ന് ഞങ്ങൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഓൺ ടൈം യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്ന ഓൺ ടൈം? പ്ലാൻ ചെയ്ത സമയത്ത് തന്നെ ഒരു കാര്യം നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾ ഓൺ ടൈം യൂസ് ചെയ്യും. എക്സാമ്പിളിലൂടെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒരു എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. വി അറൈവ്ഡ് റൈറ്റ് ഓൺ ടൈം, നൈദർ ഏർലി നോർ ലേറ്റ്. വി അറൈവ്ഡ് റൈറ്റ് ഓൺ ടൈം, നൈദർ ഏർലി നോർ ലേറ്റ്. മീൻസ് നമ്മൾ ലേറ്റുമല്ല നേരത്തെയുമല്ല, എക്സാക്ട് ദാറ്റ് ടൈം, പ്ലാൻ ടൈമിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. വി അറൈവ്ഡ്, ഞങ്ങൾ എത്തിയിരിക്കുന്നത് റൈറ്റ് ഓൺ ടൈം. ഓൺ ടൈം എന്ന് വെച്ചാൽ 10 മണിക്കാണ് ഞാനിപ്പോൾ മീറ്റിംഗ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. ആ 10 മണിക്കാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത്. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. വി അറൈവ്ഡ് റൈറ്റ് ഓൺ ടൈം, നൈദർ ഏർലി നോർ ലേറ്റ്. ഇവിടെ നൈദറിൻ്റെ യൂസ് ഉണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഐ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ഡയറക്റ്റ് പോകാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് പോകാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ നൈദറിൻ്റെ എങ്ങനെയാണ് യൂസ് എന്നുള്ളത് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാകും. അപ്പോൾ നമുക്ക് അതിലോട്ട് പോകണ്ട. ഇപ്പം ഇവിടെ നോക്കാം. വി അറൈവ്ഡ് റൈറ്റ് ഓൺ ടൈം, നൈദർ ഏർലി നോർ ലേറ്റ്. അപ്പം നമ്മൾ ആ എക്സാക്ട് ടൈമിൽ 10 o'clock എത്തിയിരിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഐദർ യുവർ ഫാദർ ഓർ യുവർ മദർ ഷുഡ് കം ടു ദ മീറ്റിംഗ് ഓൺ ടൈം. ഒന്നുകിൽ നിൻ്റെ ഫാദർ അല്ലെങ്കിൽ നിൻ്റെ മദർ മീറ്റിങ്ങിന് ഓൺ ടൈം, അതായത് ഏത് ടൈമിലാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ടൈമിൽ വന്നിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഐദറിൻ്റെ യൂസ് കൊണ്ട് അതിൻ്റെയും ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഐദർ യുവർ ഫാദർ ഓർ യുവർ മദർ ഷുഡ് കം ടു ദ മീറ്റിംഗ് ഓൺ ടൈം. അപ്പോൾ നിങ്ങൾക്ക് ഓൺ ടൈമിൻ്റെ ഇത് ഉപയോഗം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓൺ ടൈം എന്ന് പറയുന്നത് എക്സാക്ട് ടൈം, അതായത് ആ ഏത് ടൈമിലാണോ നമ്മൾ ഒരു കാര്യം പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ടൈമിൽ നമ്മൾ ആ പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ആ പ്രവൃത്തി നടക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഓൺ ടൈം യൂസ് ചെയ്യും. ഇനി നിങ്ങൾ തെറ്റിക്കത്തില്ലല്ലോ, അതായത് ആ സമയത്ത് തന്നെ ഫിക്സ്ഡ് ടൈമിൽ. ഓക്കെ, അടുത്ത എക്സാമ്പിൾ നോക്കാം. വൈ ആർ യു നെവർ ഓൺ ടൈം? നീ ഒരിക്കലും സമയത്ത് വരത്തില്ല. ഇപ്പോൾ 10 മണിക്ക് മീറ്റിംഗ് വെച്ചാൽ വരുന്നത് ചിലപ്പോൾ ലേറ്റ് ആയിട്ടായിരിക്കും, 10:30 വരുന്നത്. അങ്ങനെ ഒരു ഹാബിറ്റുള്ള ചില വ്യക്തികളെ പറ്റി നമുക്കറിയാം. അപ്പോൾ അവരെ പറ്റി ബോസോ അല്ലെങ്കിൽ അതിൻ്റെ മാനേജറോ അല്ലെങ്കിൽ ആരാണോ ഇൻചാർജ് അവരിങ്ങനെ തന്നെ സംസാരിക്കത്തുള്ളൂ. വൈ ആർ യു നെവർ ഓൺ ടൈം? നീ എപ്പോഴും താമസിച്ച് തന്നെയാണ്, ആ രീതിയിൽ നമുക്ക് സമയത്ത് നീ എത്തത്തില്ല. അപ്പോൾ എങ്ങനെ പറയണം നമ്മൾ? വൈ ആർ യു നെവർ ഓൺ ടൈം. അവിടെ ഓൺ ടൈം യൂസ് ചെയ്തിരിക്കുന്നത്, അതായത് പറഞ്ഞ അല്ലെങ്കിൽ ഫിക്സ് ചെയ്ത ആ ടൈമിൽ എത്തുന്നില്ല എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ. ഇഫ് ഐ ലീവ് നൗ
ഐ വിൽ റീച്ച് ദെയർ ഓൺ ടൈം. ഞാൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ, ഇപ്പോൾ ഞാൻ എൻ്റെ ജേർണി, ഞാനിപ്പം സപ്പോസ് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പോവുക. അപ്പോൾ ഞാൻ പറയും ഞാനിപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ എനിക്ക് ആ മീറ്റിംഗ് സമയത്ത് എത്താൻ പറ്റും. അപ്പോൾ ഇഫ് ഐ ലീവ് നൗ ഐ വിൽ റീച്ച് ദെയർ ഓൺ ടൈം. ഇഫ് ഐ ലീവ് നൗ ഐ വിൽ റീച്ച് ദെയർ ഓൺ ടൈം. ദ ട്രെയിൻ അറൈവ്ഡ് ഓൺ ടൈം. ട്രെയിനിൻ്റെ ടൈം വരുന്ന സമയം കൃത്യസമയത്ത് തന്നെ എത്തി. എത്ര മണിക്കാണ് ട്രെയിൻ വരേണ്ടിയിരുന്നത് ആ കൃത്യസമയത്ത് തന്നെ ട്രെയിൻ എത്തി. ദ ട്രെയിൻ അറൈവ്ഡ് ഓൺ ടൈം. ദ ട്രെയിൻ വാസ് ലേറ്റ് ദിസ് മോർണിംഗ് ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഓൺ ടൈം. ഇന്ന് രാവിലെ ട്രെയിൻ ലേറ്റായിട്ട് വന്നു, പക്ഷേ പതിവായിട്ട് അത് ഓൺ ടൈമിൽ തന്നെയാണ്, എപ്പോഴും കൃത്യസമയത്താണ് വരാറുള്ളത്. പക്ഷേ ഇന്ന് ലേറ്റായി. ദ ട്രെയിൻ വാസ് ലേറ്റ് ദിസ് മോർണിംഗ് ബട്ട് ഇറ്റ് ഈസ് യൂഷ്വലി ഓൺ ടൈം. ഐ ഓൾവേസ് സ്റ്റാർട്ട് ദ മീറ്റിംഗ് ഓൺ ടൈം, സോ പ്ലീസ് ഡോണ്ട് ബി ലേറ്റ്. ഞാൻ എപ്പോഴും മീറ്റിംഗ് ഓൺ ടൈമിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് 10 മണിക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10 മണിക്ക്, അല്ലെങ്കിൽ 11 o'clock ആണെങ്കിൽ 11 o'clockന് ഏത് ടൈമാണോ അത് ഫിക്സ് ചെയ്തിരിക്കുന്ന ആ ടൈമിൽ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ലേറ്റ് ആകരുത്, എല്ലാവരും ഓൺ ടൈം വന്നിരിക്കണം. അതായത് സോ പ്ലീസ് ഡോണ്ട് ബി ലേറ്റ്. ആരും ലേറ്റ് ആയിട്ട് വരരുത്, നിങ്ങൾ എല്ലാവരും മീറ്റിങ്ങിന് സമയത്ത് എത്തിയിരിക്കണം. ഐ ഓൾവേസ് സ്റ്റാർട്ട് ദ മീറ്റിംഗ് ഓൺ ടൈം, സോ പ്ലീസ് ഡോണ്ട് ബി ലേറ്റ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഐ ഡോണ്ട് തിങ്ക് ജോൺ വിൽ റീച്ച് ദ മീറ്റിംഗ് ഓൺ ടൈം. ജോണിൻ്റെ ഹാബിറ്റ് അതായിരിക്കും, അതുകൊണ്ട് ആയിരിക്കും എളുപ്പമാണ്. ഐ ഡോണ്ട് തിങ്ക് ജോൺ വിൽ റീച്ച് ദ മീറ്റിംഗ് ഓൺ ടൈം. അവൻ എത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പം എന്തെങ്കിലും റീസൺ നേരത്തെ തന്നെ പറഞ്ഞു കാണും, വരാൻ താമസിക്കും എന്നുള്ള റീസൺ പറഞ്ഞു കാണും. ചിലപ്പോൾ ഞാൻ ശ്രമിക്കാം എന്ന് പറഞ്ഞു കാണും. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു യൂസ് വന്നത്. ഐ ഡോണ്ട് തിങ്ക് ജോൺ വിൽ റീച്ച് ദ മീറ്റിംഗ് ഓൺ ടൈം. ഇനി നമുക്ക് ഇൻ ടൈം എവിടെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഓൺ ടൈമിൻ്റെ യൂസ് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. ഇനി നമുക്ക് ഇൻ ടൈം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇൻ ടൈം മീൻസ് early enough. So, if you arrive in time, you arrived before the event starts, that there was time to spare. അതായത് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം ഫിക്സ് ചെയ്തിട്ടുണ്ട്. സപ്പോസ് മീറ്റിംഗ് 10 മണിക്കാണ്, 10 o'clockനാണ്, നിങ്ങൾ ഇച്ചിരി നേരത്തെ എത്തി. അങ്ങനെ അപ്പോഴാണ് നമ്മൾ ഇൻ ടൈം യൂസ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് സമയമുണ്ട്. ഒന്നെങ്കിൽ നമുക്കൊരു ചായ കുടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്ത് തീർക്കാം. അങ്ങനെ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു സമയം ആ ഒരു ടൈമിൽ, ആ ബിറ്റ്വീൻ വന്നിട്ടുള്ളതും ആ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതുമായിട്ടുള്ള ഇടയ്ക്കൊരിച്ചിരി സമയം നമുക്ക് കിട്ടും. അങ്ങനെ നമ്മൾ നേരത്തെ എത്തുവാണെങ്കിലാണ് ഇൻ ടൈം യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇൻ ടൈം മീൻസ് early enough. വേണ്ടുവോളം നമ്മൾ നേരത്തെ എത്തിയിട്ടുണ്ട്, അതാണ് ഇൻ ടൈം എന്ന് പറയുന്നത്. രവി ഹാസ് ബീൻ പേയിങ് ഹിസ് ബിൽ ഇൻ ടൈം. ഹി ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ഹാവ് ടേൺഡ് ഓഫ് ദി ഇലക്ട്രിസിറ്റി. രവി എപ്പോഴും ബില്ല് ഏത് ഡേറ്റിലാണോ ബില്ല് പേ ചെയ്യേണ്ടത് അതിനേക്കാൾ മുമ്പ് തന്നെ പേ ചെയ്യാറുണ്ട്. പക്ഷേ അവന് മനസ്സിലാകുന്നില്ല അവൻ്റെ വീട്ടിലെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിരിക്കുകയാണ്, ടേൺ ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഇവിടെ നേരത്തെ തന്നെ ചെയ്യാറുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഇൻ ടൈം യൂസ് ചെയ്തിരിക്കുന്നത്. അതല്ല ഇപ്പം ബില്ല് പേ ചെയ്യേണ്ട ഡേറ്റ് ഇപ്പം 25th ആണെന്ന് വെച്ചോ, അപ്പോൾ 25th പേ ചെയ്യുകയാണെങ്കിൽ അത് ഓൺ ടൈമിലാണ്. അതേമറിച്ച് 25th മുമ്പുള്ള ഡേറ്റിലാണ് രവി പേ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ഇൻ ടൈമാണ്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. രവി ഹാസ് ബീൻ പേയിങ് ഹിസ് ബിൽ ഇൻ ടൈം. ഹി ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് വൈ ദേ ഹാവ് ടേൺ ഓഫ് ദ ഇലക്ട്രിസിറ്റി. ഓക്കെ, നിങ്ങൾക്കിപ്പം മനസ്സിലായി കാണുമല്ലോ എവിടെയാണ് ഇൻ ടൈം യൂസ് ചെയ്യേണ്ടതെന്ന്. ലെറ്റ്സ് ലുക്ക് അറ്റ് അനദർ എക്സാമ്പിൾ. വിൽ യു കംപ്ലീറ്റ് ദ ഹോംവർക്ക് ഇൻ ടൈം? നീ ഹോംവർക്ക് ഇൻ ടൈമിൽ തന്നെ കംപ്ലീറ്റ് ചെയ്യുമോ? അതായത് നാളെ കൊടുക്കാനുള്ളതാണെങ്കിൽ അതിന് മുമ്പ് തന്നെ കംപ്ലീറ്റ് ചെയ്യുമോ ഉള്ളതാണ് ഇവിടെ അർത്ഥമാകുന്നത്. വിൽ യു കംപ്ലീറ്റ് ദ ഹോംവർക്ക് ഇൻ ടൈം? ഓക്കെ, അപ്പോൾ ഇൻ ടൈമിൻ്റെ യൂസ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ ഈ സെൻറ്റൻസ് കൂടെ പഠിക്കണം. ഇത് സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് ആണല്ലോ, അപ്പോൾ നമ്മൾ ഇൻ ടൈമും
ഓൺ ടൈമും യൂസ് ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അതിനോടൊപ്പം തന്നെ ഈ സെൻറ്റൻസ് സ്ട്രക്ചർ എല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനോടൊപ്പം ഗ്രാമറിൻ്റെ പൊസിഷൻ എങ്ങനെയാണ് വന്നിരിക്കുന്നത്, ടെൻസിൻ്റെ പൊസിഷൻ, അതും എല്ലാം മനസ്സിലാക്കണം നിങ്ങൾ. അപ്പോഴേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് ഈസി ആകത്തുള്ളൂ. ഇൻ ടൈം യൂസ് ചെയ്യുമ്പോൾ ഇൻ ടൈമും ഓൺ ടൈമും മാത്രം നിങ്ങൾ സ്ട്രെസ് ചെയ്ത് നോക്കിയാൽ പോരാ, അതിനോടൊപ്പം തന്നെ നിങ്ങൾ സെൻറ്റൻസ് സ്ട്രക്ചറൂടെ നോക്കി മനസ്സിലാക്കണം. The construction of my house is completed in time for the inauguration. ഇനാഗ്രേഷന് മുമ്പ് തന്നെ എൻ്റെ വീടിൻ്റെ പണി തീർന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻ ടൈം. ചില സമയത്ത് നമ്മൾ കാണാറുണ്ട് ഇനാഗ്രേഷൻ്റെ അന്നാണ് പണി എന്നും കാണാറുണ്ട് പണി. അപ്പോൾ അത് നമുക്ക് ഇൻ ടൈം തീർന്നു എന്ന് പറയാൻ പറ്റത്തില്ല. അത് ഓൺ ടൈം ആണ്. എന്ന് വെച്ചാൽ ഇനാഗ്രേഷൻ്റെ അന്ന് കംപ്ലീറ്റ് ചെയ്യുക അവർ. അപ്പോൾ നമ്മൾ ഓൺ ടൈം ആണെന്ന് പറയാം. രവി വാണ്ട്സ് ടു ഗെറ്റ് ഹോം ഇൻ ടൈം ടു വാച്ച് ഹിസ് ഫേവറേറ്റ് മൂവി. അവന് വീട്ടിൽ നേരത്തെ എത്തേണ്ടതുണ്ട്. അതായത് അവനൊരു മൂവി, അവൻ്റെ ഫേവറേറ്റ് മൂവി വാച്ച് ചെയ്യാൻ അവന് നേരത്തെ തന്നെ വീട്ടിൽ എത്തേണ്ടതുണ്ട്. രവി വാണ്ട്സ് ടു ഗെറ്റ് ഹോം ഇൻ ടൈം ടു വാച്ച് ഹിസ് ഫേവറേറ്റ് മൂവി. അപ്പോൾ അവിടെ ഇൻ ടൈമിൽ എത്തണം. അപ്പോൾ നമ്മൾ ഓൺ ടൈം എന്താണ്, ഇൻ ടൈം എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഇൻ ടൈം എന്താണെന്ന് നോക്കാം. ജസ്റ്റ് ഇൻ ടൈം റെഫേഴ്സ് ടു സംതിങ് ഹാപ്പനിങ് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, ജസ്റ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ, ഓർ ജസ്റ്റ് ബിഫോർ സംതിങ് വാസ് സപ്പോസ് ടു ഹാപ്പൻ, ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടു ലേറ്റ്. അതായത് ഒരു പ്രവൃത്തി, മീറ്റിങ്ങിൻ്റെ കാര്യം തന്നെ പറയാം, 10 o'clock സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഞാൻ അത് നേരത്തെ എത്തിയില്ല, ജസ്റ്റ്, അതായത് സപ്പോസ് ഞാൻ എത്തിയത് 9:58 അല്ലെങ്കിൽ 9:59, കതച്ചവിടെ എത്തിയിരിക്കുകയാണ് ഓടി, ആ ഒരു രീതിയിൽ. അതിനാണ് ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും നമ്മൾ ലേറ്റ് ആകുന്നത്, പക്ഷേ നമുക്ക് ഓൺ ടൈം എത്താൻ പറ്റി. ജസ്റ്റ് ഇൻ ടൈമാണ്, അതായത് ഓൺ ടൈമിന് ബിഫോറാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. എങ്ങനെയെങ്കിലും എത്തി. പലപ്പോഴും അത് ലേറ്റും ആകാം. ജസ്റ്റ് ഇൻ ടൈം റെഫേഴ്സ് ടു സംതിങ് ഹാപ്പനിങ് അറ്റ് ദ ലാസ്റ്റ് മൊമെൻറ്റ്, ജസ്റ്റ് ബിഫോർ ദ ഡെഡ് ലൈൻ, ഓർ ജസ്റ്റ് ബിഫോർ സംതിങ് വാസ് സപ്പോസ് ടു ഹാപ്പൻ. ഏതെങ്കിലും ഒരു പ്രവൃത്തി സംഭവിക്കേണ്ടതിന് തൊട്ട് മുമ്പ് എത്തുക. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ടു ലേറ്റ്. ഓൾമോസ്റ്റ് ഒരു പരിധിവരെ ലേറ്റ് എന്നും നമുക്ക് പറയാം. നമ്മൾ എങ്ങനെയെങ്കിലും അവിടെ എത്തിപ്പെട്ടതാണ്, ആ രീതിയിലാണ്. ഓൾമോസ്റ്റ് ലേറ്റ് എന്ന് തന്നെ നമുക്ക് പറയാവുന്നതാണ്. ജസ്റ്റ് ഇൻ ടൈം ഇപ്പം മനസ്സിലായല്ലോ. അതായത് ഒരു പ്രവൃത്തി അത് നടന്നിരിക്കേണ്ട സമയത്തിന് വളരെ തൊട്ട് മുമ്പ് എത്തുമ്പോഴാണ് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം, എങ്ങനെയോ നമ്മൾ അവിടെ എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ജസ്റ്റ് ഇൻ ടൈം. Let's look at a couple of sentences where you can use in time. Just in time. He finished the homework just in time. Means അവൻ ഹോംവർക്ക് ജസ്റ്റ് ഇൻ ടൈമിലാണ് തീർത്തത്. അതായത് ഇന്ന് ഹോംവർക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇന്ന് രാവിലെ സ്കൂളിൽ പോകുന്നതിന് തൊട്ടു മുമ്പാണ് അവൻ ഹോംവർക്ക് ഫിനിഷ് ചെയ്തത്. അവിടെയാണ് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത്. അതല്ല ഹോംവർക്ക് ഇന്നലെ തന്നെ കംപ്ലീറ്റ് ചെയ്തെങ്കിൽ നമ്മൾ എങ്ങനെ പറയും, ഇൻ ടൈം യൂസ് ചെയ്ത് പറയും. അതായത് ഹി ഫിനിഷ് ദ ഹോംവർക്ക് ഇൻ ടൈം. അപ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായല്ലോ, ജസ്റ്റ് ഇൻ ടൈമും ഇൻ ടൈമും തമ്മിലുള്ളത്. ഇനി നമുക്ക് വൺ മോർ എക്സാമ്പിൾ. മീന അറൈവ്ഡ് ജസ്റ്റ് ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ്. മീന മീറ്റിങ്ങിന് ജസ്റ്റ് ഇൻ ടൈം, അതായത് മീറ്റിംഗ് തുടങ്ങുന്നതിന് തൊട്ടു മുമ്പാണ് എത്തിയത്. എങ്ങനെയോ എത്തി. ചിലപ്പം ബസ് ലേറ്റ് ആയതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ട്രാഫിക് കാരണമായിരിക്കാം എത്താൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റീസൺ കൊണ്ടാണ് ചില സമയത്ത് നമ്മൾ ജസ്റ്റ് ഇൻ ടൈം. അപ്പോൾ ആരെങ്കിലും ഫ്രണ്ട് ചോദിക്കണം, പറയും ഓ ബോസ് വഴക്ക് പറഞ്ഞേനേന്, പക്ഷേ എങ്ങനെയോ ഞാൻ ജസ്റ്റ് ഇൻ ടൈം എത്തി. ഞാൻ മീറ്റിങ്ങിന് തൊട്ടു മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും എത്തി. മീന അറൈവ് ജസ്റ്റ് ഇൻ ടൈം ഫോർ ദ മീറ്റിംഗ്. ഓക്കെ. We go to the stadium just in time to watch the football match. ഞങ്ങൾ സ്റ്റേഡിയത്തിൽ എത്തിയത് ജസ്റ്റ് ഇൻ ടൈമിലാണ്, മാച്ച് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് എത്തിയത്. ഐ റീച്ച് റെയിൽവേ സ്റ്റേഷൻ ജസ്റ്റ് ഇൻ ടൈം ടു ക്യാച്ച് ദ ട്രെയിൻ. എങ്ങനെയെങ്കിലും ഞാൻ ട്രെയിൻ എത്തുന്നതിന് മുമ്പ് തന്നെ എത്താൻ പറ്റി. ജസ്റ്റ് ഇൻ ടൈം, ഞാൻ എത്തിയതും ട്രെയിൻ വന്നു, അല്ലെങ്കിൽ എനിക്ക് എങ്ങനെയെങ്കിലും
ട്രെയിനിൽ കയറാൻ പറ്റിയ ജസ്റ്റ് ഇൻ ടൈമാണ്, നേരത്തെ എത്തിയിട്ടില്ല. ഓക്കെ, അപ്പം ജസ്റ്റ് ഇൻ ടൈം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി ഞാനൊരു ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇനിയും നിങ്ങൾക്ക് ഇൻ ടൈമും ഓൺ ടൈമും ജസ്റ്റ് ഇൻ ടൈമും തമ്മിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ചാർട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ഡൗട്ടെല്ലാം ക്ലിയർ ആകും. ഇപ്പം ഞാൻ ഒരു എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നതിനെ പറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ദി എക്സാം സ്റ്റാർട്ട്സ് അറ്റ് 9 AM. രാവിലെ 9 മണിക്കാണ് എക്സാം തുടങ്ങുന്നത്. ഓക്കെ, അപ്പം ഇവിടെ ഒരു വ്യക്തി പല ടൈമിലായിട്ട് എത്തുന്നു എന്ന് വയ്ക്കുക. അപ്പം അതെങ്ങനെയാണ് അവിടെ എങ്ങനെയാണ് ഇൻ ടൈം, ഓൺ ടൈം, ജസ്റ്റ് ഇൻ ടൈം യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ജോൺ റീച്ച്ഡ് ഇൻ ടൈം ടു ക്ലിയർ ദ ഡൗട്ട് ബിഫോർ ദ എക്സാം സ്റ്റാർട്ടഡ്. ജോൺ ഇൻ ടൈമിൽ, അതായത് 9 മണിക്ക് എക്സാം തുടങ്ങുന്നു, അവിടെ 8:30 തന്നെ ജോൺ എത്തിയിരിക്കുകയാണ്. അതെന്താ 8:30 എത്തിയിരിക്കുന്നത്? കുറച്ച് ഡൗട്ടുണ്ട്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം അത് ഇൻ ടൈം യൂസ് ചെയ്താണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ജോൺ റീച്ച്ഡ് ഇൻ ടൈം ടു ക്ലിയർ ദ ഡൗട്ട് ബിഫോർ ദ എക്സാം സ്റ്റാർട്ടഡ്. 9 മണിക്ക് മുമ്പേ എത്തി. അപ്പോൾ ആ 9 മണിക്കും 8:30ക്കും ഇടയ്ക്ക്, 9 o'clock 8:30ക്കും ഇടയ്ക്കൊരു ടൈമുണ്ട്. അതിൽ ഒരു കുറച്ച് എന്തെങ്കിലും വർക്ക് ചെയ്യാനുള്ള ഒരു സമയം ഇൻ ബിറ്റ്വീൻ 8:30 ആൻഡ് 9 ഉണ്ട്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇൻ ടൈം യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ജസ്റ്റ് ഇൻ ടൈം നോക്കാം. ജോൺ റീച്ച്ഡ് ജസ്റ്റ് ഇൻ ടൈം ടു റൈറ്റ് ദ എക്സാം. മീൻസ് 8:58 എന്തെങ്കിലും ഒരു കാരണത്താൽ ഒന്ന് ലേറ്റ് ആയാൽ, ഒരു ഫ്രണ്ടിനെ കണ്ടാൽ അതിന് സംസാരിച്ച് നിന്നാൽ മതി, തീർച്ചയായിട്ടും ലേറ്റ് ആയാൽ. അതല്ല ബസ് എവിടെയെങ്കിലും ഒന്ന് 2 മിനിറ്റ് കൂടുതൽ സ്റ്റോപ്പ് ചെയ്തിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ജോണിന് കറക്റ്റ് ഓൺ ടൈം പോലും എക്സാമിന് എത്താൻ പറ്റത്തില്ല. നമ്മൾ എക്സാമിനൊക്കെ സാധാരണയായിട്ട് ഇൻ ടൈമിൽ എത്തിച്ചേരണം അല്ലേ. അപ്പം പക്ഷേ ഇവിടെ ജോണിന് ജസ്റ്റ് ഇൻ ടൈമിൽ എത്തിയിട്ടുണ്ട്. ഇനി ജോൺ ഓൺ ടൈമിൽ എത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഡെസ്പൈറ്റ് ബീങ് സ്ട്രക്ക് ഇൻ ട്രാഫിക്, ജോൺ മാനേജ് ടു റീച്ച് ഫോർ ദ എക്സാം ഓൺ ടൈം. നേരത്തെ ഞാൻ പറഞ്ഞു ജസ്റ്റ് ഇൻ ടൈം എത്തിയതും ചില സമയത്ത് ട്രാഫിക് മൂലമായിരിക്കാം. അതുപോലെ തന്നെ ഓൺ ടൈം എത്തേണ്ട ഒരു സന്ദർഭം വന്നു. അതൊക്കെ ഭയങ്കര ടഫായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് അല്ലേ. ഡെസ്പൈറ്റ് ബീങ് സ്ട്രക്ക് ഇൻ ട്രാഫിക്, ജോൺ മാനേജ് ടു റീച്ച് ഫോർ ദ എക്സാം ഓൺ ടൈം. ട്രാഫിക്കിൽ സ്ട്രക്കായിട്ട് പോലും എങ്ങനെയോ അവൻ ഓൺ ടൈമിലെങ്കിലും എക്സാമിന് എത്താൻ പറ്റിയല്ലേ. അതാണ് ഇവിടെ ഓൺ ടൈം യൂസ് ചെയ്യുന്നത്. ഓൺ ടൈം വെച്ചാൽ ജസ്റ്റ് 9 o'clock, അതായത് 9 AM ജോൺ റീച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ജസ്റ്റ് ഇൻ ടൈമിന് ജസ്റ്റ് ബിഫോർ ആണ് എത്തിയിരിക്കുന്നത്. പക്ഷേ ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നല്ലപോലെ ഒരുവിധം നേരത്തെ തന്നെയാണ് എത്തിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഇപ്പം ഇൻ ടൈം, ജസ്റ്റ് ഇൻ ടൈം, ഓൺ ടൈം എവിടെയാണ് യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഒരു ഡൗട്ട് ഉണ്ടാകത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്തായാലും ഈ സെഷൻ കൊണ്ട് നന്നായിട്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ഇത് കിട്ടിക്കാണും. എങ്ങനെയാണ് ഇൻ ടൈം, എവിടെയാണ് ഇൻ ടൈം അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം, ഓൺ ടൈം യൂസ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി കാണും. Thank you for watching this session. I hope all of you understood this session very clearly. If you like this session, please like, share and subscribe.